മഴക്കാലത്തെ ചക്ക കഴിക്കാൻ കൊള്ളില്ലെങ്കിൽ നമുക്കിതുപോലെ വരട്ടിയെടുക്കാം. കൈ കഴക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് വരട്ടിയെടുക്കാം കേട്ടോ. കയ്യിൽ പൊട്ടിത്തെറിക്കുകയോ ഒന്നുമില്ല. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മഴക്കാലത്തെ ചക്ക പ്രത്യേകിച്ചും വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് വരട്ടിയെടുക്കാൻ. അപ്പോൾ അതിനായി ഞാനിതാ ഒരു ചക്കയാണ് ഇതുപോലെ വൃത്തിയാക്കി കൊണ്ടുവന്നത് എസ്റ്റേറ്റിൽ നിന്ന്. ചക്ക മുറിച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നിന്ന് ചുള മാത്രം എടുത്ത് ഞാൻ കുരുവൊക്കെ വേറെയാക്കി എടുക്കട്ടെ ആദ്യം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് വരട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. വെള്ളം കയറിയിട്ടും മധുരത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇത് ഞാൻ ചുളയ്ക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരു നമുക്കിതുപോലെ കഴുകി ഒരു തുണിയിലോ മറ്റും വിരിച്ച് നമ്മളിത് ഉണക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ ടൈറ്റായി കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷെ അധിക കാലമൊന്നും വെക്കില്ല കേട്ടോ. ഇത് മുള വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉപയോഗിക്കണം. ഒരു വർഷം വരെ ചക്കക്കുരു സൂക്ഷിക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ചക്ക മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ വെള്ളം ചേർക്കരുത്. കാരണം ഇത് മഴയത്തുള്ള ചക്കയാണ്. മഴക്കാലത്ത് മുമ്പേ ഉള്ള ചക്കയാണെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ വരട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വരട്ടുന്നത്. അപ്പോൾ അരമണിക്കൂർ വരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി തുടങ്ങുന്നുണ്ട് ചക്കയിലുള്ള. അപ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ സെറാമിക് പാത്രത്തിൽ ഇതുപോലെ വരട്ടിയെടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഫുൾ ടൈം ഒന്നും ഇളക്കേണ്ട. ഇപ്പോൾ വീണ്ടും ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒട്ടും കുറക്കാതെയാണ് കേട്ടോ ഇത് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് മാത്രം ഇതുപോലെ ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചക്ക ഇതാ നന്നായി വെന്തിട്ടുണ്ട്. ഈ ചക്ക വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവൂ. ഞാൻ ഈ സമയത്ത് ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഞാൻ മൂന്നാമത്തെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എത്ര ചേർത്താലും നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ പാനി ഉണ്ടാക്കാൻ. ഞാൻ 300 ഗ്രാം ശർക്കരയാണ് പാനിയാക്കാൻ എടുത്തിട്ടുള്ളത്. അത് മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിത് കുട്ടികൾക്ക് ബ്രെഡിന് സ്പ്രെഡായി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജാമിനൊക്കെ പകരം ഇത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അധികം മധുരം ചേർക്കാത്തത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഞാനിത് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ ഈ ശർക്കര പാനി. അധികം പൊട്ടിത്തെറിക്കുകയോ ഒന്നുമില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുമ്പത്തെ പോലെയല്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതൊന്ന് ടൈറ്റായി വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടി അധിക സമയം ഇത് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ചക്കയൊക്കെ നന്നായി തന്നെ ഇത് ശർക്കര പാനിയൊക്കെ വറ്റി ടൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും ആവിയിലൊക്കെ വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെയൊന്നും ചെയ്യണ്ട കേട്ടോ. നമ്മളിത് ഇതുപോലെ തന്നെ അരച്ച് ഉണ്ടാക്കിയാൽ മതി. നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. ചില ആൾക്കാർ മുഴുവനും ചക്ക ഇട്ടിട്ടും വരട്ടുന്നുണ്ട്. അതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതിപ്പോൾ ഇതാ നന്നായി ടൈറ്റായി ഇതിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായി. അപ്പോഴാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീണ്ടും ഞാൻ 2 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുക്കണം ഒരു നിർബന്ധമില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ. പിന്നെ ഇത് ഒരു 2 വർഷം വരെയൊക്കെ കേടാക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. നിങ്ങൾ ഇതുപോലെ നമ്മൾ ശരിക്കും സൂക്ഷിച്ചാൽ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അവസാനമായി നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 സ്പൂൺ ചുക്കുപൊടിയും 1 സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതും പിന്നെ ഏലക്ക പൊടിയാണ്. ഒരു 4-5 ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. ഒരിക്കലും തണുക്കാതെ നമ്മളിത് പാത്രത്തിലാക്കി വെക്കരുത്. ഞാൻ രാവിലെ ഉണ്ടാക്കിയത് വൈകിട്ടാണ് പാത്രത്തിലേക്ക് മാറ്റുന്നത്. അത്രയും സമയം ഇത് തണുക്കാനായി മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഇത് നന്നായി തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു ടപ്പർ വെയറിലേക്കാണ് മാറ്റുന്നത്. എപ്പോഴും നമ്മളിത് മാറ്റുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിലേക്ക് തന്നെ മാറ്റണം.
ഒരു പ്ലാസ്റ്റിക് ജാറിലൊന്നും മാറ്റുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഒന്നെങ്കിൽ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ടപ്പർ വെയർ പോലെയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളകളാക്കിയും വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓരോ ഉരുളകളായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാനും പറ്റും. ഞാനിതിൽ 8 സ്പൂണാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. കേടാകാതിരിക്കാനും നല്ലതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചക്ക കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു വയസ്സിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഈ ചുക്കുപൊടി ചേർക്കുന്നതുകൊണ്ട് അതും ഉണ്ടാവില്ല. പിന്നെ പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് പായസം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ മഴക്കാലത്ത് വെള്ളം ഇറങ്ങിയ ചക്ക കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.